ഇങ്ങനെ ചൂട് കൂടി വരുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സംഭവമാണ് കേട്ടോ ഇത്. തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നല്ല കിടുക്കാച്ച് ടേസ്റ്റും ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കേണ്ടത് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കക്കിരിക്കയാണ്, കുക്കുംബർ. അപ്പോൾ ഞാനിവിടെ 2 കക്കിരിക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം 4 പേർക്ക് കുടിക്കാൻ പാകത്തിനുള്ള ജ്യൂസാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതിൻ്റെ അളവാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് അല്പം പുതിന ഇട്ട് കൊടുക്കാം. അതിനായിട്ട് പുതിന നന്നായി കഴുകി വൃത്തിയാക്കി അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് ഇതുപോലെ ഇല മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഒരല്പം പാലൊഴിച്ച് കൊടുക്കാം. നമ്മളിതിൽ മൊത്തമായിട്ട് 500 ml പാലാണ് എടുക്കുന്നത്. അതിൽ നിന്നും ഒരു 1/2 കപ്പ് മാത്രം ഇപ്പോൾ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ആദ്യം തന്നെ ഒരുപാട് പാലൊഴിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഒരല്പം പാലൊഴിച്ച് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതുപോലെ കട്ടപ്പാൽ ഇട്ട് കൊടുക്കുക. നല്ല ഫ്രീസറിൽ വെച്ച് പാൽ കട്ടയാക്കിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു ജാറിലോട്ട് മാറ്റാം. നേരത്തെ തന്നെ 1/4 ഗ്ലാസ് പച്ചവെള്ളത്തിലേക്ക് കസ്കസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം കസ്കസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആദ്യം അത് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഷെയ്ക്കിൻ്റെ പരിപാടിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. നന്നായി സോക്കായ കസ്കസ് നമ്മുടെ ഈ ഷെയ്ക്കിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളി ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പോട് കൂടി തന്നെ കുടിക്കുമ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് അറിയാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ മുന്നേ നിങ്ങൾ ഇതുപോലെ കക്കിരിക്ക വെച്ചിട്ട് ഇതുപോലെ ഷേക്ക് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. നോമ്പിനോ ചൂടിനും എല്ലാത്തിനും ബെസ്റ്റാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.